കൃത്യം ഈ മുഹൂർത്തത്തിൽ ആദ്യരാത്രി നടന്നാൽ തേജസ്സുള്ള ഒരു പുത്രന് ലഭിക്കും. അവൻ രാജാവുകയും ചെയ്യും. എന്റെ ഭർത്താവിന് അനങ്ങാൻ പറ്റാത്തോണ്ട് അവകാശങ്ങളും അധികാരങ്ങളും എല്ലാം ദേവന് വെച്ച് നീട്ടിയിരിക്കുക. ഇനി അവർക്ക് മക്കളും കൂടി ജനിച്ചാ അമ്മ വൈദേഹി പിന്നെ തലേന്ന് താഴെ ഇറക്കില്ല. മൂത്ത മരുമോളുടെ സ്ഥാനവും ബഹുമാനവും പോലും പിന്നെ കിട്ടിയെന്ന് വരില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ ചടങ്ങ് നടക്കാത്ത പോലെ എന്തെങ്കിലും ചെയ്യണം. ഹലോ, ഇത് ഞാനാ. വരുണേ, ഇത് നീയാണോ? നിന്റെ ആത്മാവാണോ? ഫോണുമില്ല, വിളിയുമില്ല, ഒന്നുമില്ല. നീ എവിടെ പോയി ഒടുങ്ങിയടാ? ഞാൻ എവിടെയോ എന്റെ പാട് നോക്കി നടക്കായിരുന്നു. ശാന്തിയമായി വീട്ടിലുള്ളപ്പോ ഞാൻ അങ്ങോട്ട് എങ്ങനെ വരാനാ? ഞാൻ അവിടേക്ക് എങ്ങാനും വന്നാ ഞാൻ അവരെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞു കൊടുക്കില്ലേ? ഞാൻ എന്തിനാ എന്റെ തലയിൽ മണ്ണ് വാരി ഇടണം? വല്യച്ഛൻ എങ്ങാനും പറഞ്ഞ എന്റെ കഥ കഴിഞ്ഞു. അതിനുവേണ്ടിയായിരുന്നു അവരെ കൊല്ലാൻ വേണ്ടി പാതിരാത്രിക്ക് ആരെയോ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ആ വീട്ടിൽ കയറണമെങ്കിൽ അവര് ജീവനോടെ ഉണ്ടാവരുത്. ഇങ്ങനെയുള്ള വിവരക്കേടുകൾ ചെയ്യരുതെന്ന് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിടിക്കപ്പെട്ട കഥ കഴിഞ്ഞത് തന്നെ. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? അല്ലെങ്കിൽ തന്നെ മൂക്കുവരെ മുങ്ങി നിൽക്കുക. ഇനി എനിക്ക് ആ വീട്ടിൽ കയറണമെങ്കിലേ ശാന്തിയമ്മായി മരിച്ചേ പറ്റൂന്ന്. വേറെ ഒരു വഴിയില്ല. അതെന്താന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. എന്നെ പറ്റി അവിടെ ആരും പറയുന്നൊന്നുമില്ലോ? ഇല്ല. ശാന്തിയമ്മായി മകളെ കിട്ടിയ സന്തോഷത്തെ മതിമറന്നിരിക്കുക. നിന്റെ കാര്യമൊന്നും അവരുടെ മനസ്സിൽ പോലും ഇല്ല. വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. നാളെ ദേവന്റെയും വൈദേഹിയുടെ ആദ്യരാത്രി നടക്കാൻ പോവാ. എല്ലാവരും ജീവിതം ആഘോഷിക്കുക. നീ മാത്ര രാജ്യവും രാജപദവിയും ഒക്കെ പറഞ്ഞു നടക്കുന്നത്. നീ ഇന്നത്തെ സന്തോഷത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഞാൻ നമ്മുടെ സന്തതി പരമ്പരകൾ വരെ സന്തോഷിക്കുന്നതിനുള്ള വഴിയാണ് ആലോചിക്കുന്നത്. ഇപ്പോഴും അവസരം കൈവിട്ടു പോയിട്ടില്ല. ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചാ മതി. എന്നാ നീ പറ. അവരുടെ ആദ്യരാത്രി നടക്കാൻ പാടില്ല. അവിടെ കേറാൻ വഴിയില്ലാത്തപ്പോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നീ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. വീട്ടിലല്ല വരണേ, പുറത്തു വെച്ചാ ചടങ്ങ് നടക്കുന്നത്. ഇത്രയുള്ള ഇത് ഞാൻ നോക്കിക്കോളാം. നീ ധൈര്യമായിട്ടിരുന്നോ. ശരി, അത് ഞാൻ നോക്കിക്കോളാം. ആരാ ചന്ദ്രിക? അത് സത്യവതിയാ. വൈശാലിയെ കൊട്ടാരം വീട്ടിലേക്ക് കൊണ്ടുപോയില്ലായിരുന്നോ ആ സത്യവതി? നാളെ വൈദേഹിയെയും വൈശാലിയും തമ്മിൽ മാറ്റാൻ അവസരമുണ്ടെന്ന് അവള് പറഞ്ഞത്. സൂക്ഷിച്ചു വേണം ചന്ദ്രികെ. പിടിക്കപ്പെട്ട നമ്മുടെ കഥയാണ് അവിടെ തീരുക. ഇപ്രാവശ്യം കാര്യം വളരെ എളുപ്പ കല്യാണിയമ്മേ. നാളെ അവരുടെ ആദ്യരാത്രിയാ. മാഘമലയിലെ അമ്പലത്തില് വിളക്ക് കത്തിക്കാൻ ഭാര്യയും ഭർത്താവും പോകുന്നുണ്ട്. അപ്പൊ ദേവനും വൈദേഹി അല്ലാതെ ആരും കൂടെ ഉണ്ടാവില്ല. അവിടെ വെച്ച് നമുക്ക് ആളെ മാറ്റണം. അവരിപ്പോ എങ്ങെത്തും. എല്ലാരും റെഡി ആയിട്ടിരുന്നോളാം. ആ കാണുന്ന മരത്തിന് താഴെയാ അവര് വിളക്ക് കത്തിക്കാം. പുറകിൽ ചെന്ന് പിടിച്ചാ മതി. ഒരാളാ ദേവന്റെ തല അടിച്ച് പൊളിച്ചേക്ക്. ആ സമയത്ത് ഒരാൾ വൈദ്യയെ പിടിച്ചോണ്ട് വന്ന് വണ്ടിയിൽ കയറ്റിയേക്ക്. അവർ രണ്ടുപേരും കൂടി ആ മരത്തിന്റെ താഴെ വിളക്ക് കത്തിക്കുക. ഞാൻ പുറകിൽ നിന്ന് ദേവന്റെ തലക്കിട്ടടിച്ചോളാം. എന്നിട്ട് വൈദേഹിയെ പിടിച്ചോണ്ട് പോന്നോളാം.
പതുക്കെ നീ അങ്ങോട്ട് ചെന്ന് വൈദേഹിയുടെ സ്ഥാനത്ത് ഒന്നും അറിയാത്ത പോലെ നിൽക്കണം. ദേവനോട് വൈദേഹി പോലെ തന്നെ പെരുമാറണം. ഇതാണ് പ്ലാൻ. മനസ്സിലായല്ലോ അല്ലേ? ഒരുങ്ങി നിന്നോ, ഞാൻ പറയുമ്പോ കേറിക്കോണം. ഇവിടുത്തെ ഭഗവതിക്ക് ഒത്തിരി ശക്തിയുണ്ടെന്നാ പറയാറ്. പ്രാർത്ഥിക്കുന്നത് എന്തും ഭരിക്കോത്രേ. ദേവിടനും പ്രാർത്ഥിച്ചോ? മരണം വരെ നീ ഇതുപോലെ എന്റെ കൂടെ ഉണ്ടാവണം. നല്ല മക്കളെ പ്രസവിച്ച് അമ്മയുടെ ആഗ്രഹവും നടത്തി കൊടുക്കണം. അത്രേ ഉള്ളൂ ദേവി. അത്രേ ഉള്ളൂ ദേവിടാ? വേറെന്താ? നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. അത് ഞാൻ പിന്നെ പറയാം. ഡേവിഡിന്റെ കയ്യിലല്ലായിരുന്നു അത്? കാറിൽ ചിലപ്പോ ഒന്നുണ്ടാവും. നീ പതുക്കെ ആ ഭാഗത്തേക്ക് പൊയ്ക്കോ. എന്നിട്ട് ആ ദേവന്റെ തലക്കിട്ട് ഒറ്റടി. അവൻ ബോധം കെട്ടതും വൈദേഹി പിടിച്ചോണ്ട് പോന്നേക്ക്. ശരിയാട്ടാ. നിക്ക്, ഞാൻ പോയിട്ട് തീപ്പെട്ടി എടുത്തിട്ട് വരാം. നിക്ക് വേദികേ, ഞാനും നിന്റെ കൂടെ വരാന്നേ. അതൊന്നും വേണ്ട. ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് രണ്ടുപേരും കൂടെ പോണ്ട. ഇവിടെ തന്നെയല്ലേ, ഞാൻ പോയിട്ട് എടുത്തോണ്ട് വന്നോളാം. ദേവിട്ടിന് ഇവിടെ തന്നെ നിന്നാ മതി.
അല്ല വൈദേഹി ഒറ്റയ്ക്ക് എടാ ആളാ, ഇങ്ങോട്ട് വന്നേ. എടാ ഇങ്ങോട്ട് വരാൻ. പറഞ്ഞോട്ടാ. എന്താണ് ഏട്ടാ? അതെ, ഇനി അവനെ തല്ലേണ്ട കാര്യമൊന്നുമില്ല. അവള് കാറിന്റെ അടുത്തേക്കല്ലേ പോയിരിക്കുന്നത്. അവളെ പതിയെ പിടിച്ചു വലിച്ചിങ്ങ് കൊണ്ടുപോരെ. ശരിയടാ. എന്നാ പെട്ടെന്ന് ചെല്ല്. വൈശാലി, വൈദേഹി കാറിന്റെ അടുത്തേക്ക് പോയിരിക്കുക. നീ പതിയെ ദേവന്റെ അടുത്തേക്കല്ലേ. ഞങ്ങള് വൈദേഹിയുടെ അടുത്ത് നിന്ന് അവളെ പിടിച്ചോണ്ട് പോയിക്കോളാം. പെട്ടെന്നേല്ലേ, സൂക്ഷിക്കണം. ദേവേട്ടൻ തീപ്പെട്ടി എടുത്തില്ലാന്ന് തോന്നുന്നു. അവൾ അങ്ങോട്ട് പോകണല്ലോ. അല്ലടാ, അങ്ങോട്ടാണ് പോയത്. ആ പോകുന്ന ആരാ? വാ. ആരോ വരുന്നുണ്ട്, അങ്ങോട്ട് മാറിയെങ്ക്. ദേവൻ ഇവിടുന്ന് പറഞ്ഞയക്കാൻ പാടില്ല. വൈദേഹിക്ക് എന്ത് പറ്റിയെന്നോർത്ത് ഇവിടെ ഒരു ഭ്രാന്തനെ പോലെ അലയണം. തീപ്പെട്ടി കിട്ടിയോ? കിട്ടി ദേവേട്ടാ. വൈശാലി ശരിക്കും അങ്ങോട്ട് സെറ്റായില്ലടാ. അവിടെ നിൽക്കണത് ഇനി വൈദേഹിയാണോ? അല്ലടാ, വൈശാലിയാ. നമ്മളല്ലേ അവളെ അങ്ങോട്ട് അയച്ചേ. നീ വാ, വൈദേഹി പിടിച്ചോണ്ട് പോണ്ടേ. എന്നാ വാ ഏട്ടാ.
വൈദേഹി, എന്നാ നമുക്ക് പോയാലോ? ഉം. എന്തു പറ്റി ദേവേട്ടാ? ഇതിന് ടയർ പഞ്ചറായി പോയി. ടയറിന് പഞ്ചറാവാൻ കൊണ്ടൊരു നേരം. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇതില് കുറച്ചുകൂടി നടന്ന മെയിൻ റോഡ് എത്തും. അവിടെ നിന്ന് ഏതെങ്കിലും ഓട്ടോയോ ക്യാബോ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ദേവേട്ടൻ എന്തേലും ചെയ്യ്. മുഹൂർത്തത്തിന് മുന്നേ വീട്ടിലെത്തണമെന്ന് അറിയാലോ. അയ്യോ, ആ മുഹൂർത്തക ഞാൻ തെറ്റിക്കും മോളെ. വാ, നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോവാം. ഒന്ന് വേഗം വാ പെണ്ണേ. പോയിട്ട് എത്ര നേരായി? ഇത്രയും നേരമായിട്ടും പിള്ളേരെ കാണുന്നില്ലല്ലോ. ഞാൻ ഫോൺ വിളിച്ച് നോക്കിയായിരുന്നു, നോട്ട് റീച്ചബിൾ എന്നാ കേൾക്കുന്നത്. അവിടെ സിഗ്നൽ കിട്ടാൻ പാടല്ലേ? എന്നാലും അവര് വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇത്രയും നേരമായിട്ട് പിള്ളേരവിടെ എന്തെടുക്കുക? അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് ആവലാതിപ്പെടുന്ന? അവര് കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. ഇങ്ങ് എത്തിക്കോളൂന്നേ. അവര് വരും, അത് ഞങ്ങൾക്കും അറിയാം. പക്ഷെ ഇന്നത്തെ വിശേഷം അറിയാലോ. 1 മണിക്കൂറേ സമയമുള്ളൂ. അതിനു മുമ്പ് ഇങ്ങ് എത്തണ്ടായോ? ചടങ്ങാണോ ഇത്ര വലിയ കാര്യം? ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം അത് നടത്താവുന്നല്ലേ ഉള്ളൂ. അവര് രണ്ടുപേരും സുരക്ഷിതമായിട്ട് ഇങ്ങ് എത്തിയാ മതി എന്ന് പ്രാർത്ഥിച്ചു. അവരിങ്ങ് എത്തിക്കോളും. കുറിച്ച മുഹൂർത്തത്തിൽ തന്നെ ആദ്യ രാത്രി നടക്കണം. തിരുമേനി പറഞ്ഞത് എന്താന്ന് ഓർമ്മയുണ്ടല്ലോ. ഒരു കാരണവശാലും ഈ മുഹൂർത്തം തെറ്റിക്കൂടാന്നല്ലേ. അവരെവിടാന്ന് ഒന്ന് വിളിച്ചു നോക്കടാ. ഇനി ഫോൺ കിട്ടുന്നില്ലേ, ആരെല്ലേ അങ്ങോട്ട് പറഞ്ഞയക്ക്. ആയിക്കോട്ടെ അമ്മേ. പറയ്, കാര്യം കഴിഞ്ഞോടാ? അതെപ്പോഴേ കഴിഞ്ഞു. അവിടെ എനിക്ക് നെറ്റ്വർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയത്. വൈദേഹി നിന്നെ കണ്ടിട്ടൊന്നുമില്ലല്ലോ. അവളെങ്ങാനും കണ്ട ശാന്താദേവിയുടെ കാര്യത്തിൽ നടന്നത് തന്നെ ഇപ്പോഴും നടക്കും. പിന്നെ ജീവിതത്തിൽ ഇവിടെ കേറാൻ പറ്റില്ല. അതെ, അതും സത്യമാണ്. ഇത് അറിഞ്ഞുകൊണ്ടാണ് നീ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഞാനിനി ആ വീട്ടിൽ കയറാതിരിക്കാനുള്ള നിന്റെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നോ ഇത്? ഒന്ന് നിർത്തണം നിന്റെ സംശയം. വേറെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ആരോട് പറഞ്ഞാലും അവര് നമ്മളെക്കുറിച്ചുള്ള രഹസ്യം പുറത്തു പറയൂന്നുള്ള പേടികൊണ്ടാ നിന്നോട് തന്നെ ഇത് ചെയ്യാൻ പറഞ്ഞത്. അവള് നിന്നെ കണ്ടോ ഇല്ലേന്ന് പറ. ഞാൻ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവനൊന്നും അല്ല. ഞാൻ നേരിട്ട് ഇൻവോൾവ് ചെയ്തിട്ടില്ല. 2-3 ഗുണ്ടകളെ അയച്ചത്. ഗുഡ്. വൈദേഹി ഇപ്പൊ എവിടെയാണെന്നറിയാതെ ദേവൻ രാത്രി മുഴുവൻ അവിടെ തപ്പി നടന്നോളും. രാത്രി മൊത്തം വൈദേഹി നിന്റെ കസ്റ്റഡിയിലായിരിക്കണം. നേരം വെളുത്തതും വിട്ടയച്ചേക്കേട്ടാ. അതോടെ ഇന്നത്തെ ആദ്യ രാത്രി കൊളമായി കിട്ടും. പിന്നെ അത് നാളെ വെച്ചാലോ? അതിന് പറ്റിയൊരു മുഹൂർത്തം ഉടനെ ഉണ്ടാവണ്ടേ? ഇപ്പൊ ഇതറിഞ്ഞാ മതി. ആ റൗഡികളെയും വിശ്വസിക്കണ്ട. വൈദേഹിയുടെ കണ്ണിൽപ്പെടാതെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം. ശരി. ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും. അതോ ഇനി കുട്ടികൾ എവിടെയെങ്കിലും പെട്ടുപോയതാണെന്ന് എന്റെ സംശയം. നിങ്ങൾ ഏതായാലും ഒന്ന് അന്വേഷിക്കേ. ശരിയെന്നാ, നല്ലൊരു മെസ്സേജായിട്ട് എനിക്ക് ഫോൺ ചെയ്യേ. അവിടെ അടുത്തുള്ള ഗ്രാമത്തിൽ നമ്മുടെ ആൾക്കാരുണ്ട്. അവരോടാ പറഞ്ഞത്. അവര് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ സമയം വൈകിക്കാതെ നോക്കാൻ പറ. മുഹൂർത്തം കഴിഞ്ഞാ പിന്നെ വലിയ പ്രശ്നമാകില്ലേ? ഇപ്പോഴും കിളവി ആദ്യ രാത്രി നടത്തിപ്പിക്കാൻ മുട്ടി നിൽക്കുവാണല്ലോ. അവര് തെരഞ്ഞു പിടിച്ച് ദേവനെ ചിലപ്പോ പിടിച്ചു കൊണ്ടുവന്നെന്നിരിക്കും. വൈദേഹിയെ കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ഇന്നത്തെ കാര്യപരിപാടികൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി എത്ര ദൂരം വെച്ചാ നടക്കുക? എന്നെ കൊണ്ട് വയ്യ നടക്കാൻ. വരുന്ന സമയത്ത് ഇത് അടുത്താണെന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ നമ്മള് കാറിലല്ലേ പെണ്ണെ വന്നേ, അതുകൊണ്ട് ദൂരം അറിഞ്ഞില്ല.
നടക്കുമ്പോഴല്ലേ പണി കിട്ടുന്നേ. എന്നാലും ഈ നിലാവെളിച്ചത്തിൽ രണ്ടുപേരും കൈയും കോർത്ത് പിടിച്ച് ഇങ്ങനെ മുട്ടി ഉരുമി നടക്കായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നല്ലേ? അടിപൊളിയായിരിക്കും. അടിപൊളിയൊക്കെ തന്നെയാ. പക്ഷെ ഇങ്ങനെ അങ്ങ് പോയാലേ മുഹൂർത്തം കുറിച്ചതൊക്കെ വെറുതെ ആയി പോവും. അയ്യോ, അത് ഞാൻ ഓർത്തില്ല. അപ്പൊ ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല. വാ പെണ്ണെ, നമുക്ക് ഓടാം. വാ.